നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുമോ, സ്മൃതി ഇറാനി അമേഠിയിൽ മത്സരിക്കാനായി വെല്ലുവിളിച്ച് ഏറ്റെടുക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. അപ്പോഴാണ് AICCയുടെ തലപ്പത്ത് നിൽക്കുന്ന KC വേണുഗോപാൽ കേരളത്തിലേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചന ലഭിക്കുന്നത്. അതും CPMന് വലിയൊരു തിരിച്ചടിയായിക്കൊണ്ട്. CPMൻ്റെ നിലവിലെ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ആരിഫ് MP യാണ് നിലവിലവിടെ വിജയിച്ചിരിക്കുന്നത്. എന്നാൽ സിറ്റിംഗ് MPക്കെതിരെ KC വേണുഗോപാൽ തന്നെ അവിടെ മത്സരിക്കാനൊരു സന്നദ്ധത അറിയിച്ചിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ലോക്സഭാ സീറ്റ് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായൊരു ചിത്രം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ആലപ്പുഴ സീറ്റിൽ അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിൽ വലിയ പിടിപാടുള്ള, ദേശീയ നേതൃത്വത്തിന് ഏറ്റവും പ്രിയങ്കരനായ ഒരു വ്യക്തി തന്നെ ആയിരിക്കും മത്സരിക്കുക എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തെ അതിനുള്ള സന്നിധത ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള KC വേണുഗോപാൽ അറിയിച്ചിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത്. സ്ഥാനാർത്ഥി പട്ടികയിൽ സാമുദായിക സന്തുലനം ഉറപ്പുവരുത്തിക്കൊണ്ട് പാർട്ടി ഇനി തീരുമാനിച്ചാൽ താൻ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് KC പാർട്ടിയെ അറിയിച്ചിരിക്കുന്നത്. ഇതനുസരിച്ചുകൊണ്ട് നേതൃത്വം വേണ്ട വിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ മത്സരിക്കാമെങ്കിൽ KCക്ക് എന്തുകൊണ്ട് ആലപ്പുഴയിൽ മത്സരിച്ചുകൂടാ എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും ചോദിക്കുന്നത്. അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിക്കണമെന്ന ആവശ്യം സംസ്ഥാന നേതൃത്വം തന്നെയാണ് നേരത്തെ മുന്നോട്ട് വച്ചിരുന്നത്. അത് ശരിവെക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ കഴിഞ്ഞത്. ഇനി രാഹുൽ ഗാന്ധി മത്സരിക്കുമോ വയനാട്ടിൽ എന്നുള്ള കാര്യമാണ് അവശേഷിക്കുന്ന മറ്റൊരു ചോദ്യം. അതിലുള്ള തീരുമാനം ഒരാഴ്ചയ്ക്കകം തന്നെ നമുക്കറിയാനായി സാധിക്കും. വയനാട്ടിലാണ് രാഹുൽ ഗാന്ധിക്ക് ആകെ പിടിവള്ളിയായി നിൽക്കുന്നത്. അമേഠി കാലുമടക്കി തൊഴിച്ച ഒരു സാഹചര്യം ഉണ്ടായതോടെ ഇനി മറ്റ് നിവൃത്തി ഒന്നും തന്നെ ഇല്ലാതെ തിരികെ വയനാട്ടിലേക്ക് തന്നെ എത്തുന്നതായിരിക്കും കൂടുതൽ ബുദ്ധിയെന്നാണ് കരുതുന്നത്. വയനാട്ടിൽ മത്സരിക്കില്ല എന്നുള്ള സൂചന രാഹുൽ ഗാന്ധി നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലും രാഹുൽ ഗാന്ധി ഒരുപക്ഷേ ഇത്തവണ ഒരു കുറി നോക്കിയേക്കും. എന്നിരുന്നാലും ബലപ്രയോഗം നടത്താനായി, ഒരു മത്സര പരീക്ഷണം നടത്താനായി തയ്യാറാകില്ല. ബാക്കപ്പ് എന്നോണം വയനാടും ഉറപ്പായും കൂടെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയം ഒരു കാരണവശാലും ഗാന്ധി കുടുംബത്തിന് ഉപേക്ഷിക്കാൻ കഴിയില്ല. പല തോതിലുള്ള തിരിച്ചടി രാഷ്ട്രീയപരമായി അവർ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് അമേഠിയിൽ എന്ത് സംഭവിച്ചാലും, ജയപരാജയം എന്തു തന്നെയായിരുന്നാലും തോറ്റാൽ പോലും മത്സരിക്കേണ്ടതുണ്ട് എന്ന് കോൺഗ്രസ് കരുതുന്നത്. രാഹുൽ ഗാന്ധിക്കും അത് വളരെ വ്യക്തമായി തന്നെ അറിയാം. ഇല്ലായെങ്കിൽ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ തന്നെ മറന്നുപോകുമെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട്. 2019 തോൽവി അറിഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധി അമേഠിയിൽ കാലുകുത്തുന്നതാകട്ടെ ഭാരത് ജോഡോ യാത്ര നടത്തിയതിന് പിന്നാലെയാണ്. അല്ലാതെ അവിടെ മറ്റൊരു പരിപാടിക്കും എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. വയനാട്ടിലാകട്ടെ വല്ലപ്പോഴും എത്തിയാലായി, മഴ പെയ്യുന്നത് പോലെയായി രാഹുൽ ഗാന്ധിയുടെ വരവെന്നാണ് പലരും കുറ്റപ്പെടുത്തുന്നത്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയും ഒക്കെ തന്നെ നിരവധി വിഷയങ്ങളായി മുന്നിൽ നിൽക്കുമ്പോൾ 5 വർഷങ്ങൾക്കിപ്പുറം വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കാനായി രാഹുൽ ഗാന്ധി വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചുകൊണ്ട് BJP നേതൃത്വം നിലകൊള്ളുകയാണ്. സ്മൃതി ഇറാനിയാണ് വലിയ വെല്ലുവിളി ഉയർത്തി നിലനിൽക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ തിരിച്ചു വന്ന് മത്സരിക്കുമെന്നാണ് BJPയുടെ വെല്ലുവിളി. അങ്ങനെ മത്സരിക്കുന്നെങ്കിൽ അമേഠിയിൽ മാത്രമായി മത്സരിക്കാനുള്ളൊരു ധൈര്യം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടോ എന്നതാണ് ചോദ്യം. ധൈര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു കാരണവശാലും ധൈര്യപരീക്ഷണം നടത്താനായി രാഹുൽ ഗാന്ധി തയ്യാറാകില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. കഴിഞ്ഞ തവണത്തെ സാഹചര്യം ഇത്തവണ അല്ല എന്ന് കോൺഗ്രസ് തന്നെ പറയുന്നുണ്ട്. സമാജ്വാദി പാർട്ടിയുമായി കോൺഗ്രസിനുള്ള സഖ്യം അത് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ട്. ഇന്ത്യ മുന്നണി തനിക്ക് കൂടുതൽ കരുത്ത് പകരുമെന്ന് രാഹുൽ ഗാന്ധി വിശ്വസിക്കുന്നുണ്ട്. സിറ്റിംഗ് MP ആയ സ്മൃതി ഇറാനിക്ക് മണ്ഡലം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് പലരും പറയുന്നത്, പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാർ. പാചകവാതക വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പലവിധ വിഷയങ്ങൾ സ്മൃതി ഇറാനിക്ക് എതിരായി തന്നെ നിൽക്കുന്നുണ്ട്. അത് കൃത്യമായി കത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഒരു ചെറിയ വിജയപ്രതീക്ഷ അവിടെ നോക്കിക്കാണാനായി സാധിക്കും. സാധാരണ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ ഉറപ്പായും അവിടെ വിജയിക്കാൻ സാധിക്കുമെന്നാണ് ഏവരും പറയുന്നത്. സാഹചര്യം മുൻകൂട്ടി മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിച്ചാൽ രാഹുൽ ഗാന്ധി ഇത്തവണ ഒരു വലിയ ചരിത്രം തന്നെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരിക്കലും കോൺഗ്രസ്സിന് വിട്ടുകളയാൻ കഴിയാത്ത ഒരു മണ്ഡലം കൂടിയാണ് അമേഠി എന്ന് പറയുന്നത്. കാരണം രാജീവ് ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ തന്നെ മത്സര ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ, ഇതിനു മുൻപുണ്ടായ നേട്ടം പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അമേഠിയെ വിട്ടുകളയാൻ കഴിയില്ല എന്നാണ് ജയറാം രമേശും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായും അമേഠിയിലേക്ക് തന്നെയായിരിക്കും ഇനി എല്ലാ കണ്ണും കാതും കൂർപ്പിക്കാനായി ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.